അതെ, അടുത്ത ദിവസം തന്നെ പെണ്ണ് കാണലുണ്ടാവും. ആഹാ. ആ ധനുഷ, എന്തായി? അവരെ വിളിച്ച് നീ കാര്യം പറഞ്ഞോ? ഞാൻ ഹരീഷിനെ വിളിച്ച് സംസാരിച്ചു. അവരോട് റിസോർട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെല്ലിശ്ശേരിയിൽ ഇനി ഒന്നിന് പിന്നാലെ ഒന്നായി മംഗല്യങ്ങളുടെ ഘോഷയാത്രയാ. ദൈവം സഹായിച്ചെല്ലാം ഭംഗിയായിട്ട് നടന്നാ മതി. ഓ, ഏതായാലും അവന്തിയെ പോയതോടെ ഈ വീടിന് പുതിയൊരു വെളിച്ചം വന്നിട്ടുണ്ട്. ഇനി അത് നന്ദന്റെ ജീവിതത്തോടെ വേണം. അത് ശരിയാ. നന്ദേട്ടന്റെ സന്ധ്യച്ചിയുടെയും കല്യാണം ആദ്യം, അത് കഴിഞ്ഞ അന്നകയുടെ ഹരീഷിന്റെ. പക്ഷേ അതിനു മുമ്പ് നടത്തേണ്ട വേറൊരു കാര്യമുണ്ട്. അതെന്താ കാര്യം? വേറെ ആരുടെയും കല്യാണം നടക്കാനില്ലല്ലോ. വേറെ ആരുടെയും കല്യാണമൊന്നും നടക്കാനില്ല. പക്ഷേ അഴിച്ചു വെച്ചൊരു താലി വീണ്ടും കെട്ടിക്കൊടുക്കാനുണ്ട്. ഓ, ആശുപത്രിയിൽ വെച്ച് അർച്ചനയുടെ കഴുത്തിൽ നിന്ന് അഴിച്ചു മാറ്റിയ താലി പെരുവണ്ണാവരത്ത് അപ്പന്റെ മുമ്പിൽ വെച്ച് കെട്ടിക്കൊടുക്കാന്ന് നേർച്ച പറഞ്ഞല്ലേ? അതെ. അത് ശരിയാ, ഏറ്റവും ആദ്യം നടത്തേണ്ടത് അതാ. ഇന്നലെ ഞങ്ങൾ അതിനുവേണ്ടി ക്ഷേത്രം വരെ പോയി. പക്ഷെ ക്ഷേത്രം അടച്ചുകൊണ്ട് അത് നടന്നില്ല. ഇതിനൊക്കെ പോകുമ്പോ സമയത്തിനും കാലത്തിനും ഒക്കെ ഇറങ്ങണ്ടേ സച്ചി? അതെ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മീരെടുത്തി. ഇവിടെ ഒരാളെ അമ്പലം അടയ്ക്കാൻ തുടങ്ങുമ്പോഴാ ഇവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. പിന്നെ വഴി നീളെ ഫോൺ വിളിയും. അത് ഇന്നലെ നടക്കാതിരുന്നത് നല്ലതിനാ. ഇനി ആ ചടങ്ങ് നടക്കുമ്പോ ഞങ്ങൾക്കും കൂടി വരാല്ലോ. അത് ശരിയാ. എന്നാ പിന്നെ അതാദ്യം നടക്കട്ടെ, ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് മതി. അങ്ങനെയാണെങ്കിലേ നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ടും കൂടെ പെരുവണ്ണാപുരത്ത് വെച്ച് നടത്തിയാലോ?